ഓം നമഃ ശിവായ. നമസ്കാരം. ചില സ്ത്രീകളുണ്ട്, അവര് ഈ മണ്ണിൽ അവരുടെ പാദം സ്പർശിച്ച് നടക്കുമ്പോൾ ആ മണ്ണ് തന്നെ പവിത്രമായി മാറും. അവർക്ക് ജാതകത്തിൽ എത്ര വലിയ ദോഷങ്ങളുണ്ടെങ്കിലും ജീവിതത്തിൽ എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും തകരാത്ത സ്ത്രീ നക്ഷത്രക്കാർ അല്ലെങ്കിൽ സ്ത്രീജനങ്ങൾ. കാരണം അവരുടെ നെറ്റിയിൽ സാക്ഷാൽ ഭഗവാൻ മഹാദേവൻ തന്നെ തൻ്റെ ഭസ്മം കൊണ്ടൊരു മുദ്ര ചാർത്തിയിട്ടുണ്ട്. അതിനാലാണ് എന്തൊക്കെ ദുരിതങ്ങളും ദുഃഖങ്ങളും ജീവിതത്തിൽ വന്നാലും തളർന്നു പോകാതെ പിടിച്ചു നിൽക്കാനായി ഈ സ്ത്രീജനങ്ങൾക്ക് സാധിക്കുന്നത്. അവരുള്ള വീട്ടിൽ ദാരിദ്ര്യം പോലും വരില്ല എന്നതാണ്. കാരണം അവർ തൊടുന്ന കാര്യങ്ങളൊക്കെ പൊന്നായി മാറ്റാനുള്ള ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹം ജന്മസിദ്ധമായി ഈ കൂട്ടരിൽ വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ജന്മന ശിവാനുഗ്രഹമുള്ള ഒരു സ്ത്രീയിൽ മാത്രം കാണുന്ന 6 ദിവ്യ ലക്ഷണങ്ങളെ കുറിച്ചാണ്. ഇതിലൊരു ലക്ഷണമെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് അമ്മയ്ക്കോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ പെൺമക്കളിലോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഗ്രഹത്തിലുള്ള പുരുഷ പ്രജകൾ ഭാഗ്യവാന്മാരാണ് എന്ന് മനസ്സിലാക്കുക. അവസാനത്തെ, അതായത് 6ാമത്തെ ലക്ഷണമാണ് ഏറ്റവും ശക്തമായത്. അത് ഒരിക്കലും ശ്രദ്ധിക്കാതെ പോകാനും പാടില്ല. ഇതിലിപ്പോൾ 1ാമത്തെ ലക്ഷണം തന്നെ നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതം ഒരിക്കലും പൂവിരിച്ച പാത ആയിരിക്കുകയില്ല. ആർക്കും അങ്ങനെയല്ല ലഭിക്കുന്നതും. ചെറുപ്പം മുതൽക്ക് വലിയ രീതിയിലുള്ള പരീക്ഷണങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോകേണ്ടതായി വരുന്നതും. എന്നാൽ ഈ നക്ഷത്രക്കാരെ കുറിച്ച് പറഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥ തന്നെയാണ് ചെറുപ്പം മുതൽ ഇവർക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ളത്. ആരും തുണയില്ലാത്ത, എന്ത് ചെയ്യണമെന്നറിയാത്ത, എന്ത് ചെയ്താലും തെറ്റിലേക്ക് ചെല്ലെത്തുന്ന, രാത്രികാലങ്ങൾ വരെ കരച്ചിലിലൂടെ കഴിച്ചു കൂട്ടേണ്ടതായി വന്നിട്ടുള്ള സമയങ്ങൾ. അന്ന് മനസ്സ് പൊട്ടിയിട്ടാണ് ഈശ്വര എന്ന് വിളിച്ച് നിങ്ങൾ ഓരോ രാത്രികളും തള്ളി നീക്കിയിട്ടുള്ളത്. ആ സമയത്ത് പെട്ടെന്ന് എന്തോ ഒരു തണുപ്പ് ഇങ്ങനെ ശരീരത്തിലൂടെ കടന്നു പോയതായിട്ട് തോന്നിയിട്ടുണ്ടോ? മഹാദേവ എന്ന് വിളിച്ച് കരഞ്ഞ ആ സമയങ്ങളിൽ പെട്ടെന്ന് നിങ്ങളുടെ കരച്ചിലങ്ങ് നിന്നിട്ടും ഉണ്ടാകും. ഉള്ളിൽ നിന്ന് ആരോ പറയുന്നത് പോലെ ഒരു തോന്നൽ. എന്താണ് പറയുന്നത്? മോളെ ഞാനുണ്ട് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് തീർച്ചയായും തോന്നിയിട്ടുണ്ടാകും. പ്രശ്നം അപ്പോഴും തീർന്നു എന്നൊന്നും വരില്ല. പക്ഷേ ആ പ്രശ്നത്തെ എങ്ങനെ നേരിടാനുള്ള ശക്തി വന്നു എന്നതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയേണ്ടത്. അതാണ് സാക്ഷാൽ ഭഗവാൻ മഹാദേവൻ. മഹാദേവൻ പ്രശ്നം എടുത്തു മാറ്റുന്നു എന്നതല്ല, പ്രശ്നത്തെ നേരിടാൻ നമ്മളെ ശക്തരാക്കി മാറ്റുന്നു. അതായത് നമ്മുടെ കൂടെ ഭഗവാൻ നിന്നുകൊണ്ട് നമ്മളെ സ്വന്തം ശക്തിയാൽ ആ പ്രശ്നത്തിനെ ഇല്ലാതെയാക്കാൻ സഹായിക്കും. അപ്പോൾ ഈ അനുഭവമുള്ള സ്ത്രീയെ ശിവൻ ഒരിക്കലും കൈവിട്ടിട്ടില്ല, ഇനി വിടുകയുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഒന്ന് നോക്കുക. ഇനി 2ാമത്തെ ലക്ഷണം പറഞ്ഞു തരാം. ഒരു ശിവക്ഷേത്രത്തിലേക്ക് കയറി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ശിവലിംഗത്തിന് മുന്നിൽ നിന്നാൽ കണ്ണറിയാതെ ഇങ്ങനെ നിറഞ്ഞു വരും. കാരണമില്ലാതെ കണ്ണുനീര് വരാറുണ്ടോ നിങ്ങൾക്ക്? അതായത് ഒരു ശിവഭജന കേട്ടാലോ അല്ലെങ്കിൽ ഓം നമഃ ശിവായ മന്ത്രം കേട്ടാലോ ശരീരത്തിലെ രോമങ്ങൾ അങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്കുന്നതായ അവസ്ഥ, ഉള്ളിലൊരു തണുപ്പുണ്ടാകുന്ന അവസ്ഥയുണ്ടല്ലോ. അങ്ങനെ മൊത്തത്തിലൊരു സമാധാനം നിങ്ങളിലേക്ക് വന്നു കയറുന്നത് പോലെ ഒരവസ്ഥ. മറ്റുള്ളവർക്കാണെങ്കിൽ ഈ നമഃശിവായ കേൾക്കുമ്പോൾ അത് വെറും ഒരു പാട്ടായിട്ട് തോന്നിയാലും നിങ്ങൾക്ക് ആത്മാവിൽ തൊടുന്ന ഒരു അനുഭവമായിട്ട് മാറും. കാരണം ഇത് വെറും ഒരു ജന്മമല്ല. നിങ്ങൾ ഭഗവാൻ ശിവനെ ആരാധിക്കുന്ന, ഭഗവാൻ ശിവന്റെ പൂർവ്വജന്മം മുതൽക്ക് ബന്ധമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീജനങ്ങൾക്കാണ് ഭഗവാൻ മഹാദേവന്റെ തിരുസന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ കണ്ണുനീരിങ്ങനെ ധാരധാരയായിട്ട് പുറത്തേക്ക് വരുന്നത്. അടുത്തത്, മഹാദേവൻ ആർക്ക് നേരിട്ട് വന്ന് ദർശനം കൊടുക്കില്ല. തൻ്റെ ഭക്തന് ആദ്യം മഹാദേവൻ ദർശനം കൊടുക്കുന്നത് എങ്ങനെയാണ്? സ്വപ്നത്തിലൂടെയല്ലേ? ശരിയാണ്, നിങ്ങൾക്ക് സ്വപ്ന ദർശനം ലഭിച്ചിട്ടുണ്ട്. ഒന്ന് ഓർത്ത് നോക്കിയാട്ടെ. ശിവഭഗവാന്റെ അനുഗ്രഹമുള്ള സ്ത്രീകൾക്ക് പതിവായി സ്വപ്നത്തിൽ ശിവക്ഷേത്ര ദർശനം തീർച്ചയായും വന്നിട്ടുണ്ടാകും. ചിലപ്പോൾ അത് തൃശൂലമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഡമരുവായിട്ടായിരിക്കും, അല്ലെങ്കിൽ രുദ്രാക്ഷമായിട്ടായിരിക്കും, അതല്ലെങ്കിൽ നന്ദികേശനിയാണ്, അതല്ലെങ്കിൽ
കൂവളത്തിന്റെ ഇല, ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായും സ്വപ്ന ദർശനം ഉണ്ടായിട്ടുണ്ടാകും. കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ചിലർക്കാണെങ്കിൽ സ്വപ്നത്തിൽ കറുത്ത ശിവലിംഗം ദർശനമായിട്ടായിരിക്കും കൊടുക്കുന്നത്. ചിലർക്ക് ഒരു സന്യാസി വന്ന് ഭസ്മം നിങ്ങളുടെ കൈകളിലേക്ക് നൽകുന്നതായിട്ടായിരിക്കും. ചിലപ്പോൾ ശിവഭഗവാൻ നേരിട്ടിരിക്കുന്നത് ഏറ്റവും സുകൃതം ചെയ്ത സ്ത്രീകൾക്ക് ലഭിക്കുന്നതായ ഒരു സ്വപ്ന ദർശനമാണ്. ഇതിനെ വെറും സ്വപ്നമെന്ന് കരുതരുത്, അങ്ങനെ തള്ളിക്കളയരുത്. മഹാദേവൻ നിങ്ങളെ ഓർക്കുന്നുണ്ടു എന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി കൂടി നിങ്ങൾക്ക് ആ ഒരു ദർശനത്തിലൂടെ ലഭിച്ചിട്ടുണ്ടാകും. അതിനെ ഒരു വെറും സ്വപ്നമായിട്ട് കാണാതെ ഇനിയെങ്കിലും ഒന്ന് ഓർത്തെടുത്ത് നോക്കൂ. അത് വലിയ ഒരു ജീവിത മാർഗം അല്ലെങ്കിൽ പാത തെളിച്ചു തരുന്നതിൻ്റെ സ്വപ്ന ദർശനം തന്നെയായിരുന്നു. ഇനിയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിന് വലിയൊരു വഴിത്തിരിവാകും എന്നതും മനസ്സിൽ ഓർക്കുക. ഇനി അടുത്തതായിട്ട് നോക്കേണ്ടത്, ഈ ശിവഭഗവാൻ ഏറ്റവും പ്രിയങ്കരമായ സ്ത്രീകൾക്കുള്ളത്, ഇവരുടെ കയ്യിൽ എത്ര പണം ഉണ്ടെങ്കിലും എത്ര ആഭരണം ഉണ്ടെങ്കിലും സ്വന്തമായിട്ട് വൃത്തിയായിട്ടൊക്കെയാണ് നടക്കുന്നതെങ്കിലും ആഡംബരത്തോട് ഒട്ടും അങ്ങോട്ട് ഇഷ്ടം കാണില്ല. നെറ്റിയിൽ അല്പം ഭസ്മം ധരിച്ച് ലളിതമായി നടക്കാനായിരിക്കും ഇഷ്ടം. അലമാരിയിൽ നല്ല സാരികൾ കാണും, നല്ല വസ്ത്രങ്ങൾ കാണും, നല്ല സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും മഹാദേവന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്ന ശേഷം അല്ലെങ്കിൽ വന്ന ഒരു വ്യക്തിയാണ്, അതും സ്ത്രീജനമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ലളിത ജീവിതത്തിനോടായിരിക്കും ഏറ്റവും ഒരു പ്രത്യേകമായ ഇഷ്ടമുള്ളത്. അതേപോലെ മറ്റൊരാൾ കരയുന്നത് കണ്ടാൽ സഹിക്കത്തില്ല. ശത്രുവായ ഒരു വ്യക്തിയോട് പോലും പക വീട്ടാൻ തോന്നുകയില്ല. എല്ലാവരും നന്നാവണം എന്ന ചിന്തയുള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഭഗവാൻ ശിവന് ഏറ്റവും ഇഷ്ടം എന്താണ്? ഭസ്മമാണ്, അല്ലാതെ ആഡംബരമല്ല. തന്നിലെ അഹങ്കാരം ഭസ്മമാക്കുന്നവരെയാണ് ഭഗവാൻ ശിവൻ ഇഷ്ടം. അതുകൊണ്ടാണ് ലളിതമായി ജീവിക്കുന്ന അല്ലെങ്കിൽ അഹങ്കാരമില്ലാത്ത സ്ത്രീകളിൽ ഭഗവാൻ ശിവൻ കൂടുതൽ അനുഗ്രഹീതനായിട്ട് അല്ലെങ്കിൽ കുടികൊള്ളുന്നത്. ഇനിയാണ് വളരെ സൂക്ഷിക്കേണ്ട ഒരു ലക്ഷണം. അതായത് ശിവപ്രിയയായ ഒരു സ്ത്രീ താമസിക്കുന്ന വീടിന്റെ പരിസരത്ത് കൂവളം തനിയെ വളർന്നു വരും. അതേപോലെ നീല ശംഖുപുഷ്പം ഒരു പരിചരണവും ഇല്ലാതെ പടർന്ന് പന്തലിച്ചങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഓർത്തോളൂ, ആ ഗൃഹത്തിൽ ഭഗവാൻ മഹാദേവൻ ഏറ്റവും പ്രിയമുള്ള ഒരു സ്ത്രീ വസിക്കുന്നുണ്ട്. ഇവരൊരു തുളസി കൊണ്ട് നട്ടാലും മതി, അവര് അഥവാ കൊണ്ട് വെറുതെ ഒന്ന് വെച്ചാലും മതി, അതങ്ങനെ പടർന്നങ്ങനെ പരിലസിക്കും. കാരണം ഇവരുടെ കയ്യിൽ അല്ലെങ്കിൽ ഇവരുടെ ശ്വാസത്തിൽ തന്നെ ഒരു പോസിറ്റീവ് ഊർജ്ജമുണ്ട്. അതിനാൽ തന്നെ പ്രകൃതി പോലും ഇവരെ അറിയുന്നുണ്ട്. ഇവരുടെ വീട്ടിൽ ഒരിക്കലും നെഗറ്റീവ് എനർജി കടന്നു വരാൻ ഇവരുടെ സാന്നിധ്യം നിമിത്തം സാധ്യമാവുകയുമില്ല. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിച്ചു കേൾക്കേണ്ടതായ കാര്യം. തനിച്ചിരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ചന്ദനത്തിൻ്റെയോ അല്ലെങ്കിൽ ഭസ്മത്തിൻ്റെയോ ഊതുപുകയുടെയോ ഗന്ധം വരുന്ന, ചുറ്റും അങ്ങോട്ട് നോക്കിയിട്ട് ആരെയും കാണുന്നില്ല, ഒന്നും കത്തിച്ചിട്ടുമില്ല. പക്ഷെ എവിടെ നിന്നാണ് ഈ ഗന്ധം വരുന്നത്? ചിലപ്പോൾ കാറ്റിൽ ഒരു പ്രത്യേക ശബ്ദം കേൾക്കാൻ സാധിക്കുക, ഡമരുവിന്റെ ശബ്ദം തോന്നുക, അല്ലെങ്കിൽ ക്ഷേത്രമണി മുഴങ്ങുന്നത് പോലെ തോന്നുക. ഇതൊന്നും കണ്ട് പേടിക്കുകയല്ല, ഇത് ദോഷമൊന്നുമല്ല, ഇത് സാക്ഷാൽ മഹാദേവൻ ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്നതാണ്. ഇത് അനുഭവിക്കുന്നത്, അങ്ങനെ അനുഭവിച്ച ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാക്ഷാൽ ശിവാംശം തന്നെയാണ് നിങ്ങളിൽ ഉള്ളത് എന്നത് നിസ്സംശയം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞ ഈ 6 ലക്ഷണങ്ങൾ ഒരു ലക്ഷണമെങ്കിലും നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും അനുഗ്രഹീതരായ ആളുകളാണ്. നിങ്ങളെ ഓർത്ത് നിങ്ങൾ സ്വയം അഭിമാനം കൊള്ളുക. കാരണം ഈ അനുഗ്രഹം കൂടുതൽ നിങ്ങളെ ശക്തരാക്കുന്നതാണ്. ഇനി ഇത് ശക്തമായി മാറുന്നതിനും നമുക്കൊരു പരിഹാരം ചെയ്യാം. അതായത് തിങ്കളാഴ്ച ദിവസങ്ങളിൽ രാവിലെ ഒരു ചെമ്പു പാത്രം എടുത്ത് അതിലല്പം വെള്ളം ഒഴിച്ചിട്ട് കറുത്ത എള്ളിടണം. എന്നിട്ട് ആ എള്ള് ശിവലിംഗത്തിൽ ധാരയായിട്ട് ഒഴിക്കുക. ഒപ്പം ഓം നമ ശിവായ മന്ത്രോച്ചാരണം കൂടി നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. കാരണം നിങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞിരിക്കുന്ന ഈ ശിവാംശം നിങ്ങളിൽ എപ്പോഴും തുണയായി കൂടെ ഉണ്ടാകണം. അത് വീണ്ടും വളരെയധികം ഭാഗ്യമായി നിങ്ങളിലേക്ക് മാറുന്നതിന് ഈ ഒരു പരിഹാരം ചെയ്താൽ മതി. ശിവലിംഗം ഇല്ലെങ്കിൽ സാരമില്ല, ശിവഭഗവാന്റെ ചിത്രത്തിന് അടുത്തായിട്ട് ഈ ഒരു ചെമ്പു പാത്രത്തിൽ അല്പം വെള്ളം, അതിൽ കറുത്ത എള്ളിട്ട് നിങ്ങൾക്ക് ഭഗവാനെ പ്രാർത്ഥിച്ചു കൊണ്ട് വെക്കാവുന്നതാണ്. എല്ലാ തടസ്സങ്ങളും മാറുന്നതിന് ഇത് സഹായകമാകും. അപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങളിൽ ഏതാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് എന്ന് കമന്റ് ചെയ്യുക. കൂടാതെ കമന്റ് ബോക്സിൽ ഓം നമ ശിവായ എന്ന് എഴുതാനും മറക്കാതിരിക്കുക. എല്ലാവർക്കും ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നമ ശിവായ.